ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വാനിയൻ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്വാഗതം. നമ്മൾ കുരിശിൻ്റെ പുനരൈക്യത്തിൻ്റെ ആ ഒരു അസിമുലേഷന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു കുരിശിൻ്റെ പുനരൈക്യത്തിന് ശേഷം നമുക്കൊന്ന് വിശ്രമിക്കാമെന്ന്, അല്ലെങ്കിൽ മൂന്നാമത്തെ വചനപരമായ ശോധനപരമായ ധ്യാനത്തിന് ശേഷം തീരുമാനങ്ങളും നിരാകരിക്കപ്പെട്ട സാധ്യതകളും തമ്മിലുള്ള ആ സംഘർഷത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ കുരിശിൻ്റെ പുനരൈക്യത്തിലേക്ക് വന്നത്. അതിലൂടെ നമ്മൾ ആഴത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയും. ആ തീരുമാനം നമ്മെ പുനരൈക്യത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സുഖപ്പെട്ടു എന്നുള്ള ചിന്തയിൽ നമ്മൾ അല്പം കൂടിയും സമയം കൊടുത്ത് ധ്യാനിക്കുന്നു. അപ്പോൾ ആ വിശ്രമ സമയത്ത് വചനപരമായ 2 ധ്യാനങ്ങളിലൂടെ നമ്മൾക്ക് എങ്ങനെ ആ പുനരൈക്യത്തിലേക്കുള്ള വളർച്ചയെ പോഷിക്കാം അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്താം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 പ്രഭാഷണങ്ങളിലായിട്ട് നമ്മൾ സങ്കീർത്തനം 51 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. പുനരൈക്യത്തിൻ്റെ 5 തലങ്ങൾ, പുനരൈക്യത്തെ പുഷ്ടിപ്പെടുത്തുന്ന 5 തലങ്ങൾ. ആ സാവകാശം വേണം, എനിക്ക് സാവകാശം വേണം എന്ന് പറയുന്ന വ്യക്തികളൊക്കെ തന്നെ ഈ 5 തലങ്ങളിലൂടെ കടന്നു പോകണം. ഒരു കഴുകണമേ എന്നുള്ള ഒരു വിളി, അതൊക്കെ കടന്നു വരണം. എന്നെ സന്തോഷവും ആനന്ദവും കേൾപ്പിക്കണമേ, അത് വരണം. അകൃത്യങ്ങളൊക്കെ മാച്ചു കളഞ്ഞു തരണമേ. നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് അതിലൊരു നവചൈതന്യത്തെ നിക്ഷേപിച്ച് തരണമേ. പിന്നെ ദൈവമേ, നിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ. നോ ദാറ്റ് വി മിസ് ഗോഡ്. ദാറ്റ് ഇസ് വാട്ട് ഐ എൻറ്റഡ് ലാസ്റ്റ് ടൈം. ആ ഒരു അനുഭൂതിയും കൂടി നമ്മുടെ ഉള്ളിൽ വരണം. ദാറ്റ് വി മിസ് ഗോഡ്. ആ ഒരു ചിന്തയിലൂടെ നമുക്ക് ഒരു ചിന്ത കൂടി നമുക്ക് കൊണ്ടുവരണം. ഇവാനിയൻ വഴി എങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കുറച്ചാണെങ്കിൽ പോലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരണ്ടേ. അപ്പോൾ ഇന്നത്തെ ഈ ധ്യാന പ്രഭാഷണത്തിൽ ഞാൻ വചനം പുനരൈക്യ തിരുത്തലിൻ്റെ അല്ലെങ്കിൽ ആ രക്ഷാകരമായ തിരുത്തലിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾക്ക് എങ്ങനെ കാണാം, അല്ലെങ്കിൽ ഇവാനിയൻ വഴിയുടെ ആ ഒരു പ്രാർത്ഥനാ രീതിയിൽ വചനത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്. കാരണം ആ വചനം നമുക്ക് ദൈവാനുഭവം തരുന്ന, നമ്മളെ ആനന്ദവും ആഹ്ലാദവും കൊണ്ട് നിറയ്ക്കുന്ന, നമ്മുടെ ഹൃദയത്തിലെ അചഞ്ചലമായ ആ ഒരു നവചൈതന്യമായിട്ട് നിക്ഷേപിക്കപ്പെട്ട ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ. പുനരൈക്യത്തിലേക്ക് വളരുന്ന നമ്മളെ പുഷ്ടിപ്പെടുത്താനായിട്ട് വചനം വായിക്കണം. വചനത്തെ നമ്മൾ രക്ഷാകരമായ തിരുത്തലിൻ്റെ ഒരു ആംഗിളിലൂടെ നമുക്ക് സമീപിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇവാനിയൻ ധ്യാനത്തിൻ്റെ ആ ചിന്തകളിൽ വചനം വരുന്നത്? പിതാവിൻ്റെ ടോട്ടൽ ലൈഫ് ഒരു വചനാധിഷ്ഠിതമായിരുന്നു, വചനോപാസനയായിരുന്നു, വചനപ്രഘോഷണമായിരുന്നു എന്നൊക്കെ നമ്മൾക്കറിയാം. പുനരൈക്യം തന്നെ ഒരു സുവിശേഷാത്മകതയാണ്. ഇറ്റ്സ് എൻ എവാഞ്ചലിക്കൽ വേ. ഇറ്റ്സ് എ മിഷൻ തിങ്കിങ് ദാറ്റ് ദൈവത്തിങ്കിലേക്ക് ജനതകളെ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ നിരാകരിക്കപ്പെട്ട സാധ്യതകളിൽ, അനുസരണക്കേടിൻ്റെ സാധ്യതകളിൽ ആകർഷിക്കപ്പെട്ട് അവിടെ അതിനാൽ വശീകരിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ മക്കളെ തിരിച്ചു കൊണ്ടുവരിക, ആ ഒരു വിധേയത്വത്തിലേക്കും കൂട്ടായ്മയിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരികയാണ് പുനരൈക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുനരൈക്യം ഒരു മിഷൻ തിങ്കിങ് ആണ്. എല്ലാ മിഷൻ ചിന്തകളും വചനാധിഷ്ഠിതമായിരിക്കണം. വചനത്തിൽ നിന്നാണ് ആ മിഷൻ പുറത്തു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, മുണ്ടമലയിൽ സന്യാസത്തിലായിരുന്നു, കാഷായ വസ്ത്രം ധരിച്ചിരുന്നു,
ഒരു ഇന്ത്യൻ സന്യാസിയെ പോലെ നടന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ആയിരുന്നു. മാതാവിനെ പോലെ വചനത്തെ ഹൃദയത്തിൽ വെച്ച് ധ്യാനിച്ച് അതിനെ എന്നും ത്രോണോസിലെ അപ്പമായും ത്രോണോസിൽ നിന്ന് ഇറങ്ങി വരുന്ന പാപപരിഹാരമായും ഒക്കെ പിതാവ് കണ്ടിരുന്നു. അതല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിൽ പിതാവ് വചനത്തെ കണ്ടിരുന്നോ എന്ന് എനിക്ക് അറിയില്ല. യേശു ഏകരക്ഷകനാണെന്ന് വിശ്വസിച്ചിരുന്നു. യേശുവിൻ്റെ രക്ഷയിലാണ് നമ്മളെല്ലാവരും പുനരൈക്യപ്പെടുന്നതെന്നും ആ രക്ഷയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടതെന്നും ആ രക്ഷയാണ് സഭയിൽ നിക്ഷിപ്തമായിരിക്കുന്നതെന്നും പിതാവ് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ വചനചിന്തകളെ കാണുക വളരെ എളുപ്പമാണ്. കാരണം വചനാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ വചനത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ആ ജീവിതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വചനത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലനം അല്ലെങ്കിൽ വചനത്തെ അതിൻ്റെ പൂർണ്ണ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഈ വചനത്തിൻ്റെ അപൂർണമായ ഉപയോഗങ്ങൾ? 4 തരം ഉപയോഗങ്ങളെ പറ്റിയാണ് വചനം പറയുന്നത്. വചനത്തിൻ്റെ 4 ഡൈമെൻഷനുകൾ. വചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് നമ്മിൽ പുനരൈക്യ ചിന്തകളെ കൊണ്ടുവരുന്നത്, നമ്മളെ കൂട്ടായ്മയിൽ നിറയ്ക്കുന്നത്, അത് അറിയണമെങ്കിൽ നമ്മൾ തിമോത്തിക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിലെ 2 തിമോത്തി തെറ്റ് ഫോലോ ഐ ജസ്റ്റ് മിസ് സം ടൈം 2 തിമോത്തി 3:16. ഓക്കെ, തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വചനം ദൈവനിവേശിതമാണ്, അത് പ്രബോധനത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തുന്നതിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപയോഗി. എന്തൊക്കെയാ 4 കാര്യങ്ങൾ? പ്രബോധനം, ടീച്ചിങ്. If you read it in English, it is useful in teaching, rebuke, correction and training in righteousness. പ്രബോധനം, പഠിപ്പിക്കൽ അല്ലെങ്കിൽ ലേണിംഗ്, ടീച്ചിങ് ഓർ ലേണിംഗ് എന്ന് പറയും. ദെൻ ശാസന, അതാണ് റെബ്യൂക്ക്, ശകാരിക്കുക, ശാസിക്കുക എന്ന് പറയും. ദെൻ തെറ്റുതിരുത്തുക, ദാറ്റ് കറക്ഷൻ, തെറ്റുതിരുത്തുക. ദെൻ നീതിയിലുള്ള പരിശീലനം, ദ ട്രെയിനിങ് ഇൻ റൈറ്റിയസ്നെസ് എന്ന് പറയും. ഇപ്പോൾ വചനത്തിൻ്റെ 4 വർക്ക് ചെയ്യുന്ന 4 ഏരിയകൾ ഏതാണ്? അത് പ്രബോധനവും ശാസനയും തെറ്റുതിരുത്തുന്നതും നീതിയിലുള്ള പരിശീലനവുമാണ്. സോ പിതാവിൻ്റെ പുനരൈക്യ ചിന്തകളിൽ വചനത്തിൻ്റെ ഈ തെറ്റുതിരുത്തുന്ന ആ ഡൈമെൻഷൻ അത് കയറിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തെ തന്നെ തിരുത്താനുള്ളതായിട്ടും രക്ഷാകരമായ തിരുത്തലായിട്ടും ഒക്കെ പിതാവ് വചനത്തെയും യേശുവിനെയും ഒക്കെ കാണുന്നത്. യേശുവിൻ്റെ ആ ശിഷ്യത്വത്തിലേക്ക് നിറയുന്ന പിതാവിൻ്റെ മനസ്സിലെ വചനാധിഷ്ഠിതമായ തിരുത്തലുകൾ, അല്ലെങ്കിൽ വചനം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ ലോകത്തിലെ തെറ്റുകളെ തിരുത്താനാണ്. അപ്പോൾ വചനം പ്രഘോഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സുവിശേഷത്തിലെ യേശുവിൻ്റെ ആ ചില രീതികളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ പറയുന്നു, വലിയ തിരുത്തലുകൾ തരും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തിരുത്തുന്നത്, അത് പുതിയതായിട്ട് കൊണ്ടുവരുന്നതല്ല. അവരങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു ചെറിയ ട്വിസ്റ്റ് ചെയ്തിട്ട് പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ കല്ലിന് പകരം കല്ല്, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് അങ്ങനെയല്ല. നിങ്ങൾ ശത്രുക്കളെ പോലും സ്നേഹിക്കണം. അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഒരാൾ കൊന്നാൽ തിരിച്ചു കൊല്ലാതെ അവൻ്റെ ഒരു പല്ലോ കണ്ണോ ഒക്കെ മാറ്റിയിട്ട് അവസാനിപ്പിക്കുന്ന ആ ഒരു രീതി. അപ്പോൾ കർത്താവ് പറയും, ഓക്കെ, നിങ്ങൾ കമ്പാഷനേറ്റ് ആണ്, പക്ഷെ അതിനെ ഒന്നുകൂടി തിരുത്തണം. അപ്പൊ തിരുത്തലിനുള്ള വചനത്തിലൂടെ ആഴത്തിലുള്ള തിരുത്തലുകൾ സംഭവിക്കുന്നുണ്ട്. പുതുതായിട്ടൊന്നും എടുക്കണമെന്നില്ല.
ദൈവം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ തിരുത്തുന്നത് ഒരു വലിയ ദൈവിക അനുഭവമായിട്ട് പിതാവ് കാണാൻ തുടങ്ങി. അപ്പൊ പിതാവ് തിരുത്തുന്നതിൽ ഒരു കുറവും കാണണ്ട എന്നുള്ള ഒരു പക്ഷക്കാരനായിരുന്നു. വി ക്യാൻ ചേഞ്ച്. നമ്മൾ രക്ഷാകരമായ സന്തോഷത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി തിരുത്തണമെങ്കിൽ തിരുത്തണം. നമ്മൾ 4ാമത്തെ ശോധനപരമായ ധ്യാനത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. തിരുത്തുമ്പോൾ എന്തിനെ നിലനിർത്തണം, എന്തിനെ വിട്ടുകളയണം എന്നൊരു വലിയ ആധ്യാത്മിക സംഘർഷമുണ്ട്. ആ സംഘർഷത്തെയൊക്കെ പിതാവ് സർമൗണ്ട് ചെയ്യുന്നത് വചനത്തിലുള്ള ആഴത്തിലുള്ള ബോധ്യങ്ങളിലൂടെയാണ്. അപ്പോൾ തിരുത്തല് പിതാവിൻ്റെ മനസ്സിൽ കയറി വരുന്നത് എന്തിനാ തിരുത്തുന്നത്? ഇങ്ങനെ ഒരു വ്യക്തിയെ തിരുത്തുന്നത് പുനരൈക്യപ്പെടാൻ. ഒരു കുട്ടിയുടെ തെറ്റ് എന്തിനാ നിങ്ങൾ തിരുത്തണേ? അവൻ വീട്ടിൽ തല്ലുകൂടുമ്പോൾ എന്തിനാ വഴക്ക് പറയണേ? എന്തിനാ ശാസിക്കണേ? എന്തിനാ അവനൊരു കാര്യം പഠിപ്പിക്കണേ? വിട്ടുപോവാൻ, തല്ലുകൂടാൻ, ബോംബുണ്ടാക്കാൻ, യുദ്ധം ചെയ്യാൻ? പുനരൈക്യപ്പെടാനല്ലേ? അപ്പൊ പിതാവിൻ്റെ മനസ്സിലെ വചനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പുനരൈക്യപ്പെടുത്തലാണ്. വ്യക്തിയെ ദൈവമായിട്ടും മനുഷ്യനായിട്ടും പ്രകൃതിയായിട്ടും ഒക്കെ ഒന്നിപ്പിക്കുന്ന ആ വലിയ രഹസ്യം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മളെയൊക്കെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളിൽ വന്നിട്ടുള്ള കുറവുകളെ തിരുത്തി നമ്മളെ പൂർണ്ണരാക്കുന്നതിന് വേണ്ടിയാണ് വചനം എന്ന് പിതാവ് മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് പിതാവിൻ്റെ സന്യാസത്തിലേക്ക് പിതാവ് കടക്കുമ്പോൾ പിതാവ് വചനത്തിൻ്റെ ശാസനയെ, ദാറ്റ് റെബ്യൂക്കിങ്ങിനെ വളരെ എളിമയോടുകൂടെ സ്വീകരിക്കാൻ തുടങ്ങും. അപ്പോഴൊക്കെയാണ് പിതാവിന് മനസ്സിലാകുന്നത് നമ്മൾ ഇന്നലകളെയൊക്കെ വിടണം, നമ്മൾ ക്ഷമിക്കണം. അപ്പോൾ ആ ഹൃദയം വെടുപ്പാകുമ്പോൾ ആ ശാസനകൾ ദൈവാശ്രയ ബോധത്തിൽ ദൈവം എന്നെ സഹായിക്കുന്നതാണെന്ന് തിരിച്ചറിയും. അതുകൊണ്ട് എളിമയെ ഒത്തിരി ഉണ്ടായിരുന്ന പിതാവിനെ പുതിയ പഠനങ്ങൾ സ്വീകരിക്കാനും ശാസനകളെ മനസ്സിലാക്കാനും നീതിയിലുള്ള പരിശീലനത്തിന് വീണ്ടും ഒരു കൊച്ചുകുട്ടിയെ പോലെ കത്തോലിക്ക സഭയിലേക്ക് വന്ന് കത്തോലിക്ക സഭയുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒത്തിരി എളിമയോടുകൂടെ, ദൈവാശ്രയബോധത്തോടുകൂടെ, അച്ചടക്കത്തോടുകൂടെ, നിഷ്ഠാപരമായ ഉണർന്നിരിപ്പോടുകൂടെ പിതാവ് പുനരൈക്യത്തെയും വചനത്തെയും സമീപിച്ചു. സോ നമ്മളും പുനരൈക്യം, കുരിശിലെ പുനരൈക്യം നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നമ്മളും വചനത്തിൻ്റെ ഈ 4 തലങ്ങളെയും ഓർക്കണം. വചനം നമ്മളെ പഠിപ്പിക്കും, വചനം നമ്മളെ ശാസിക്കുകയും ചെയ്യും. ഈ ആമോസ്, ഹൊസായ, ജോയൽ, പസ്റ്റേസായ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ, അവരെ പ്രീ എക്സിലിക് എന്ന് പറയും. അവരൊക്കെ ഈ ശാസനാത്മകമായ വചനങ്ങൾ പറഞ്ഞിരുന്നവരാണ്. അവരൊത്തിരി ആഴത്തിൽ അവരെ ശാസിക്കും. അവർ ചെയ്യുന്ന ചില കർമ്മങ്ങളെ, അവരുടെ ജീവിതത്തിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഒത്തിരി സ്ട്രോങ് ലാംഗ്വേജിൽ ശാസിക്കും. പിതാവും അത്തരം ശാസനകളെ ഒത്തിരി എളിമയോടുകൂടെ, ഒത്തിരി ആദരവോടുകൂടെ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ, ഒത്തിരി റെബ്യൂക്കുകൾ, ശകാരങ്ങളൊക്കെ വളരെ ഹൃദയവിശാലതയോടുകൂടെ സ്വീകരിക്കാൻ പിതാവിന് കഴിഞ്ഞു. കാരണം പിതാവിൻ്റെ മനസ്സ് വചനമാകുന്ന വലിയ പുനരൈക്യത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു. പിതാവ് വചനത്തിനെ സ്വീകരിക്കുന്ന വേറൊരു തലമായിട്ട് എനിക്ക് തോന്നിയത്, ഈ 4 തലങ്ങൾക്കപ്പുറത്ത് ഒരു തലമായിട്ട് തോന്നിയത്, പിതാവ് ഹൃദയങ്ങളെ വിവേചിച്ചറിയുന്ന വചനം. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 12-ാം വാക്യമാണത്. എല്ലാവരും കാണാതെ പഠിച്ചിട്ടുള്ള, ഇപ്പോഴും വചന പ്രഘോഷണങ്ങളിലൊക്കെ പറയുന്ന ഒരു വചനമാണത്. വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ശകലമുണ്ട്, വചനത്തിൻ്റെ ഭാഗമുണ്ട്. അത് ഹൃദയത്തിലെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. പുനരൈക്യത്തിൻ്റെ ആധ്യാത്മികതയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഒത്തിരി എംഫസൈസ് കൊടുക്കുന്നു. വചനം തൻ്റെ പ്രബോധനത്തിലൂടെ
ശാസനയിലൂടെ, തെറ്റുതിരുത്തലിലൂടെ, നീതിയിലുള്ള പരിശീലനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിച്ചറിയുന്നതാണ്. പക്ഷെ പിതാവ് ആ വചനത്തിൻ്റെ വിവേചന അധികാരത്തിന് ഒത്തിരി മുൻതൂക്കം കൊടുത്തിരുന്നു. കാരണം ഈ വിചാരങ്ങളെ വിവേചിച്ചറിയുക എന്ന് പറയുന്നതാണ് ഈ ഞാൻ വിചാരിച്ചതും ദൈവം വിചാരിച്ചതും തമ്മിൽ പൊന്തി വരുന്ന ആത്മസംഘർഷങ്ങളെ നേരിടാനും ജയിക്കാനും നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒത്തിരി അയിത്തോട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണേ. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു ചാടുമ്പോൾ, എന്നിട്ട് അതൊക്കെ അനൈക്യത്തിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും ഒന്ന് വിവേചിച്ചറിയുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ കാറ്റിനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളിൽ നിരാകരിക്കപ്പെട്ട സാധ്യതകൾ വീണ്ടും വന്ന് ആകർഷിക്കുകയും വശീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സിംപിളി ആ ഒരു ലൂർ ഓഫ് ദ നെഗറ്റീവ് പോസിബിലിറ്റികളിലേക്ക് ജമ്പ് ചെയ്യുന്നത് വിവേചിച്ചറിയാത്തത് കൊണ്ടല്ലേ, നിയോഗങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ. പക്ഷെ പതുക്കെ പുനരൈക്യം ആ ഒരു അചഞ്ചലമായ നവചൈതന്യമായ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉരുതിരിയാൻ തുടങ്ങിയപ്പോൾ വചനത്തിൻ്റെ ഈ വിവേചന ശക്തിയെ പിതാവ് ഒത്തിരി ഉപയോഗിക്കുകയും ആ വിവേചന ശക്തിയുടെ ലക്ഷ്യമെന്താണ്, ഹൃദയത്തിലെ വിചാരങ്ങളെ അല്ലെങ്കിൽ നിയോഗങ്ങളെ വിവേചിച്ചറിയുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? തെറ്റുതിരുത്തി നമ്മളെ പുനരൈക്യപ്പെടുത്തുക. ഇസ് ദർ എനി അതർ തിങ്? കാരണം നമ്മുടെ വിചാരങ്ങളും നിയോഗങ്ങളും തെറ്റിപ്പോകുമ്പോഴല്ല അനൈക്യങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളും ഈ നിയോഗങ്ങളും ദൈവാത്മകമാണ്, ദൈവത്തിനോട് ഒന്നിച്ചേർന്നിരിക്കുകയാണെങ്കിൽ then it is only hallelujah. It's only hallelujah. അവിടെ കുറിയിലാവശ്യം പറയേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷെ അതല്ല, അവിടെ ഒത്തിരി കിരികിരി തോന്നുന്നുണ്ട്. അവിടെ രക്ഷയുടെ ആനന്ദത്തെ എനിക്ക് പൂർണ്ണമായ രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ വിചാരങ്ങളും നിയോഗങ്ങളും എവിടെയൊക്കെയോ 5 പൈസ കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നണേ. അപ്പൊ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതിന്റെ ലക്ഷ്യം ആത്യന്തികമായി പുനരൈക്യമാണ്, വേറെ ഒന്നുമല്ല. ഇസ് ദർ എനി അതർ റീസൺ? അപ്പൊ നമ്മൾ കുടുംബത്തില് ആ തല്ലുകൂടങ്ങൾ അല്ലെങ്കിൽ സമാധാനക്കേടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളും നിയോഗങ്ങളെയൊക്കെ വിവേചിച്ചറിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പുനരൈക്യപ്പെടും, നമ്മുടെ പിതാവിന്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു വരും. അല്ലാതെ വീണ്ടും അതൊക്കെ അറിഞ്ഞിട്ടോ നല്ല കാര്യം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുവോ? കാരണം വചനം ഊർജസ്വലമാണ്, അത് ഇറ്റ് ഈസ് ക്രിയേറ്റീവ്. അപ്പൊ ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കില്ല, അത് അവിടുന്ന് എഴുന്നേറ്റ് പോയി അതിന്റെ ഫസ്റ്റ് സ്ഥാനത്തേക്ക് എത്തും, ആദ്യ കർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അത് നമ്മളെ പുനരൈക്യപ്പെടുത്തും. പുനരൈക്യം രക്ഷാകരമായ ഒരു തിരുത്തലായിട്ട് പിതാവ് കണ്ടിരുന്നു. അതിന് വചനം നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയും. പലപ്പോഴും നമ്മുടെ നിയോഗങ്ങൾ തെറ്റുമ്പോഴാണ് അനൈക്യങ്ങൾ വരുന്നത്, പുനരൈക്യത്തിലേക്കൊക്കെ നമ്മൾ കടക്കാതിരിക്കുന്നത്. അതുകൊണ്ട് പിതാവ് ഈ വചനത്തിന്റെ ശക്തിയാൽ ഹൃദയത്തിലെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുകയും വചനത്തിന്റെ തിരുത്തൽ ശക്തിയെ, രക്ഷാകരമായ തിരുത്തൽ ശക്തിയെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ തിരുത്തലുകൾ അനിവാര്യമാണെന്നും അത് രക്ഷാകരമായിരിക്കണം എന്നും തിരിച്ചറിയുന്നു. അപ്പോൾ പോയി വചനം പിതാവിന് ആ നീതിയിലുള്ള പരിശീലനം കൂടിയായിരുന്നു. കാരണം പുനരൈക്യത്തിലൂടെ ഉളവാകുന്ന ഒരു ആനന്ദത്തെ താങ്ങി നിർത്തണ്ടേ, അതിന് നീതിയിലുള്ള പരിശീലനം, എങ്ങനെയാണ് ഇനി ജീവിക്കേണ്ടത്, ആരാധിക്കുന്ന ഒരു സമൂഹങ്ങളൊക്കെ എങ്ങനെയാണ് ആകേണ്ടത് എന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ചു, അതിലൊക്കെ പങ്കെടുത്തു, ആ പരിശീലനങ്ങളിലൊക്കെ പഠിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു കത്തോലിക്ക സഭയിലേക്ക് വന്നതിന് ശേഷം ആ എളിമയോടുകൂടെ കത്തോലിക്കൻ്റെതായ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒത്തിരി സ്വാംശീകരിക്കുകയും ഒരു കുഴപ്പമില്ലാതെ അതിലൊക്കെ സ്മൂത്തായിട്ട് അദ്ദേഹം ഇഴുകിച്ചേരുകയോ ഒക്കെ ചെയ്തു. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, അങ്ങനെ പിതാവിൻ്റെ വചനാത്മകതയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പിതാവ് എങ്ങനെയായിരിക്കും വചനത്തോട് പ്രതികരിച്ചിരിക്കുക? വചനത്തിൻ്റെ ഈ 4 മാനങ്ങൾ, പ്രബോധനത്തിന്, പിന്നീട് ഈ
ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും പിന്നീട് ഈ നീതിയിലുള്ള പരിശീലനത്തിനും ഒക്കെ തന്നെ കൈയാളിച്ചപ്പോൾ അല്ലെ തന്നെ വിട്ടുകൊടുത്തപ്പോൾ എങ്ങനെയായിരിക്കാം പിതാവ് റെസ്പോണ്ട് ചെയ്തത്? began to go through. അപ്പോൾ പിതാവിൻ്റെ സന്യാസ സഹായി എന്ന പുസ്തകത്തിലും ഹ്യൂമിലിറ്റിയെ കുറിച്ചുള്ള പിതാവിൻ്റെ സർമണുകളിലും പിന്നീട് പിതാവിൻ്റെ കുർബാന പഠനങ്ങളിലും അതിലൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ചില തോട്ടുകളുണ്ട്. അതൊക്കെ നമ്മൾ ഒരു കൊളാഷ് പോലെ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ വചനത്തോടുള്ള പിതാവിൻ്റെ ചില ആഭിമുഖ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് വേണമെങ്കിൽ സുഭാഷിത ഗ്രന്ഥത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഉപയോഗിച്ച് വേണമെങ്കിൽ പറയാൻ നമുക്ക് കഴിയും. കാരണം പിതാവിൻ്റെ മനസ്സ് കേൾക്കുന്ന, ചെവി കൊടുക്കുന്ന, ഹൃദയത്തിൽ വെക്കുന്ന അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു വചനാത്മകതയായിരുന്നു. He was not speaking so theologically and so on, but he was extremely pastoral. അത് മക്കളോട് പറയാൻ ഇപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആ സഭയോട് പറഞ്ഞിട്ടുള്ളത് അത് അദ്ദേഹവും പാലിച്ചു. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള അധികാരിയെ തിരിച്ചറിയുകയും അതിനോട് ഒന്ന് ചേർന്ന് കൂട്ടായ്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. 4 പ്രതികരണങ്ങൾ, വചനത്തോടുള്ള പിതാവിൻ്റെ 4 പ്രതികരണങ്ങൾ നമ്മൾക്ക് പെട്ടെന്ന് നോക്കാം. അദ്ദേഹം ആ വാക്കിൽ പറയുന്നത്, സുഭാഷിതം 4:20 പറയുന്നത്, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. പിതാവ് വാക്കുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു, ദൈവത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. എന്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ള അന്വേഷണത്തിൽ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപരൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ പുനരൈക്യത്തിലേക്ക് കടക്കുകയുള്ളൂ. എന്നാലേ അപരനിൽ നമ്മൾ താല്പര്യം കാണിക്കാൻ തുടങ്ങുകയുള്ളൂ. പക്ഷെ പിതാവ് വചനത്തിൻ്റെ പ്രബോധനത്തിനും ശ്രദ്ധിച്ചിരുന്നു, ശാസനയും ശ്രദ്ധിച്ചിരുന്നു, തെറ്റുതിരുത്തലിനെ ശ്രദ്ധിച്ചിരുന്നു. ആ പരിശീലന കളരിയിലെ എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധയോടുകൂടെ അദ്ദേഹം കേൾക്കാൻ തുടങ്ങിയിരുന്നു. രണ്ടാമതായിട്ട് അതിൽ പറയുന്നത്, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക. ഈ ബിഗാൻ ടു ലിറ്റ് മോർ ഇൻറ്റിമേറ്റ്ലി കേൾക്കാൻ തുടങ്ങി. ആ വാക്കുകൾക്ക് ലിസൺ ടു ദാറ്റ് വേർഡ്സ് ബട്ട് യു ഇൻക്ലൈൻ യുവർ ഇയേഴ്സ്. ആ ധ്യാനാത്മകത, ആ മൊഴികൾക്ക് ചെവി തരിക, അറ്റൻറ്റീവ് ലിസണിങ് അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. അപ്പോഴല്ലേ നമുക്ക് ശാസനയൊക്കെ അബ്സോർവ് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു റെബ്യൂക്കിനെ, ഒരു ശകാരത്തെ, നീ അത്ര അങ്ങോട്ട് പുണ്യാളനൊന്നല്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കണമെങ്കിൽ വി നീഡ് ടു അറ്റൻഡ്. ചെവി കൊടുത്ത് ഒത്തിരി ശ്രദ്ധയോടുകൂടി ചെവി കൊടുക്കുന്ന ആ ഒരു ഫീലിംഗ് പിതാവിലുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് അതിൽ പറയുന്നത്, അവൻ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. ഇറ്റ് ഷുഡ് ബി ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ്. നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ. എൻ്റെ മക്കളെ, ആ ഭാഗം വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഫീൽ വരാറുണ്ട്. കാരണം വചനത്തെ അത്രയ്ക്ക് ദൃഷ്ടിപഥത്തിൽ വെച്ചതുകൊണ്ടാണ് ആൾക്ക് മുണ്ടമലയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് ആ ഒരു അൺസർട്ടനിറ്റിനൊക്കെ ക്രോസ് ചെയ്ത് സഭയിൽ ചേർന്ന് പിന്നീട് ഈ മലങ്കര സഭയെ ഇത്രത്തോളമൊക്കെ വളർത്താൻ കഴിഞ്ഞത്. ദൈവികമായ പാതകളിലൂടെ നടക്കാൻ കഴിഞ്ഞത്, ഒന്നുമില്ലായ്മയുടെ സമയങ്ങളിൽ ഒക്കെ വളരെ കറേജസോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. കാരണം ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ആ ദൈവികമായ ആ പ്രബോധനങ്ങൾ എപ്പോഴും ദൃഷ്ടിപഥത്തിൽ വെച്ചിരുന്നു. ആ ദൃഷ്ടിപഥത്തിൽ അത് അങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോഴല്ലേ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുന്നത്, നമ്മൾ കൃത്യമായ പാതയിലൂടെ നടക്കുന്നത്. ആ നടക്കലല്ലേ പുനരൈക്യം. അതല്ലേ നാലാമതായിട്ട് പറയുന്നത്, നിന്റെ ഹൃദയത്തിൽ അവ സൂക്ഷിക്കുക. മാതാവിനെ പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിക്കുക. പിതാവ് ഒരു സന്യാസിയായിരുന്നു. വചനത്തെ ആ ജാഗ്രതയോടുകൂടെ മണിക്കൂറുകളോളം ധ്യാനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. ആ ധ്യാനത്തിൽ നിന്നാണ് സ്നേഹമൊക്കെ പുറത്തു വരിക, ദൈവസമ്പാദനത്തിൻ്റെ തലങ്ങളൊക്കെ പുറത്തു വരിക. അത് പിതാവിനെ
എല്ലാത്തിനെയും ഉള്ളിലേക്ക് വച്ച് അവരെയൊക്കെ സ്നേഹിച്ച് ശുദ്ധീകരിച്ച് പുനരൈക്യപ്പെടുത്തുന്ന വലിയ കൃപയിലേക്ക് വളർത്തി. പിതാവിൻ്റെ വചനത്തോടുള്ള 4 കാര്യങ്ങളെ നമുക്ക് വീണ്ടും കേൾക്കാം. പിതാവ് ദൈവത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ചിരുന്നു. ആ ശാസനയുടെയോ തെറ്റുതിരുത്തലിൻ്റെയോ ഒക്കെ മൊഴികൾക്ക് ചെവി കൊടുത്തിരുന്നു. വചനത്തിലൂടെ ഉളവാകുന്ന ബോധ്യങ്ങളെ ദൃഷ്ടിപഥത്തിൽ വെച്ചിരുന്നു. അവയെല്ലാം തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. അതുവഴി പിതാവ് തൻ്റെ ജീവിതത്തെ വചനാധിഷ്ഠിതമാക്കി. വചനമാണ് പുനരൈക്യത്തിൻ്റെ സ്രോതസ്. വചനം പഠിക്കണം, വചനാത്മകതയിൽ ജീവിക്കണം. അപ്പോഴാണ് നമ്മൾ പുനരൈക്യപ്പെടുക. നമ്മളിലൊക്കെ ആ ഇറക്കങ്ങൾ വരിക. നമ്മൾ ജീവിതത്തെ വേറൊരു തരത്തിൽ കാണാനൊക്കെ തുടങ്ങുക. നമുക്ക് അടുത്ത പ്രഭാഷണത്തോടുകൂടെ മുണ്ടമലയിലേക്ക് കയറുകയാണ്. നമ്മൾ സന്യാസഭാവങ്ങളിലേക്കൊക്കെ കടക്കുന്നു. വചനം നമ്മെ വഴി നടത്തട്ടെ. ഈ ഒരു സെക്ഷൻ അവസാനിക്കുകയാണ്. നമ്മുടെ ഇവാനിയൻ ധ്യാനത്തിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കുറേ പേഴ്സണൽ ശുദ്ധീകരണങ്ങളൊക്കെയാണ്. നമ്മളെ എങ്ങനെ ദൈവവുമായിട്ട് താതാത്മ്യപ്പെടും, ദൈവസമ്പാദനത്തിലേക്ക് എങ്ങനെ കടക്കും എന്നുള്ള ചിന്തകളൊക്കെയാണ്. അതിൽ ഒത്തിരി ശുദ്ധീകരണത്തിൻ്റെ സമയങ്ങളാണ്. അപ്പോൾ ഇതുവരെയുള്ള യാത്രയെ ഒന്നും കൂടിയും സ്വാംശീകരിച്ച് നിങ്ങൾ കാണണം. അതിൽ ഓരോ കാര്യം ചോദിക്കാനുള്ളത്, എന്താണ് ഇവാനിയൻ വഴിയുടെ സ്രോതസ്? ഇതെവിടെ നിന്നാണ് പൊന്തുന്നത് എന്ന് ചോദിച്ചാൽ വചനമാണ്. ദൈവവചനം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായതാണ്. അല്ലെങ്കിൽ അതൊരു വചനോപാസനയാണ്, അല്ലെങ്കിൽ ഒരു വചനോദ്ദീപകമാണ് എന്ന് നമുക്ക് പറയാം. ഇതുവരെ നമ്മൾ കേട്ടതിൽ നിന്ന് എന്താണ് ഇവാനിയൻ വഴിയുടെ ഒരു സ്വാതന്ത്ര്യം? വാട്ട് ഈസ് ദാറ്റ് ഫ്രീഡം ഓഫ് ഇവാനിയൻ വേ? അത് ആ 2 വാക്കുകൾ, എന്നാലും ഇപ്പോൾ, ബട്ട് നൗ. ആ ബട്ട് എന്ന് പറയുന്ന ഒരു വാസ്തവികതയുണ്ട്. തീരുമാനമെടുക്കാൻ പറ്റാതെ ബട്ട് എന്ന് പറയുന്ന, പക്ഷേ നമുക്ക് ആ നൗവിലേക്ക് കടക്കാം എന്നാണ് ഇവാനിയൻ വഴി പഠിപ്പിക്കുക നമ്മളെ. എന്നാലും ഇപ്പോൾ നമുക്ക് പുനരൈക്യപ്പെടാം. നമ്മുടെ പഴയ കാലങ്ങളൊന്നും തന്നെ നമ്മളെ ഇപ്പോൾ നുകം പേറാനായിട്ട് വിടുന്ന പോലെയല്ല. നമുക്ക് ചുമക്കാൻ യേശുവിൻ്റെ നുകമുണ്ട്, പുനരൈക്യപ്പെടുത്തുന്നവൻ്റെ നുകമുണ്ട്. അത് തിരിച്ചറിയണമേ. 2 കാര്യങ്ങളാണ് നമ്മൾ അപ്പോൾ അറിയേണ്ടത്. വചനമാണ് സ്രോതസ്. ആ ബട്ട് നൗ എന്ന് പറയുന്ന, എന്നാൽ നിന്ന് ഇപ്പോളിലേക്ക് വരാൻ കഴിയുന്ന ആ സുവിശേഷ ആത്മകമായ ഒരു വിഷയമാണ് അതിൻ്റെ സ്വാതന്ത്ര്യം. 3 ശോധനപരമായ ധ്യാനങ്ങൾ, അല്ലെങ്കിൽ 3 ആധ്യാത്മിക സംഘർഷങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി കടന്നു പോകുമ്പോൾ ഈ 3 സംഘർഷങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ 3 ആധ്യാത്മിക സംഘർഷങ്ങൾ, ആദ്യത്തേത് എ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം ഐ തോട്ട് വേഴ്സസ് ഗോഡ്സ് തോട്ട്. എൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വിചാരങ്ങളും നേർക്കുനേർ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ഒരു സംഘർഷം. രണ്ടാമതായിട്ട് ആത്യന്തികമായി എന്താണ് ഫലമുളവാക്കുന്നത് എന്ന്. അപ്പോൾ ഒരു സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് അറൈസിങ് ഫ്രം ഫ്രൂട്ട്ഫുൾനെസ് വേഴ്സസ് ഫ്രൂട്ട്ലെസ്നെസ്. മൂന്നാമതായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനവും ആ തീരുമാനം വഴി നിരാകരിക്കപ്പെടുന്ന സാധ്യതകളും തമ്മിലുള്ള ഒരു സംഘർഷം. പക്ഷേ എന്താണ് ദൈവത്തിൻ്റെ ചിന്ത? എന്താണ് അൾട്ടിമേറ്റ് ഫ്രൂട്ട്ഫുൾനെസ്? എന്താണ് ഈ തീരുമാനം? അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ദൈവത്തിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ ഒരു യാത്ര നടത്തുന്നു. അൾട്ടിമേറ്റ് ഫ്രൂട്ട്ഫുൾനെസ്സിലേക്ക് ഒരു യാത്ര നടത്തുന്നു. ആ തീരുമാനം എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ ഉള്ളടക്കങ്ങളെ കുറിച്ച്, എന്താണ് ഈ തീരുമാനത്തിൽ കണ്ടെയ്നായിരിക്കുന്നത്, അടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ഉള്ളിലെ സംഗതികൾ എന്താണ്, അതിലേക്ക് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഒരു യാത്ര നടത്തുകയാണ്. അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇതുവരെയുള്ള ആ പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ നല്ലതായിരിക്കും. കാരണം ഇനി പറയാൻ പോകുന്ന
ധ്യാനങ്ങളിലൊക്കെ ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഓക്കെ, അപ്പോൾ ഇനി ഉപയോഗിക്കുന്ന വൊക്കാബുലറികൾ, ഇനി ഉപയോഗിക്കുന്ന ആ ചിന്താരീതികളൊക്കെ ഇതുവരെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നതിൽ നിന്നാണ് നമ്മൾ അടുത്ത ഭാഗത്തെ ഡെവലപ്പ് ചെയ്യുന്നതും നമ്മൾ അല്പം കൂടി ആഴത്തിൽ നമ്മളെ തന്നെ കീറിമുറിക്കുന്നതും ആ സന്യാസത്തിൻ്റെ ആ അഗ്നിയിലേക്ക് സ്ഫുടം ചെയ്യാനായിട്ട് നമ്മളും മുണ്ടമല കയറുന്നതും. എല്ലാവരും പ്രാർത്ഥിക്കണം, ആഴത്തിൽ പ്രാർത്ഥിക്കണം, പുനരൈക്യപ്പെടാൻ, എല്ലാവരുമായിട്ട് പുനരൈക്യപ്പെടാൻ. യു ജസ്റ്റ് ആസ്ക്, എന്തിനെങ്കിലും നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടോ? എന്തെങ്കിലും വിമുഖതകൾ നിങ്ങളിലുണ്ടോ? then we should get rid of it. ഇപ്പോൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുക, കുടുംബത്തിലും ചുറ്റുമിലൊക്കെ ആ പുനരൈക്യം ഒരു വലിയ അനുഭൂതിയായിട്ട്, ഒരു വലിയ ദൈവസമ്പാദനമായിട്ട് ഞങ്ങളിലേക്ക്, എന്നിലേക്ക്, നിങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഈ വലിയ പിതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെ ആശീർവാദം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.